ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹാർട്ട് സ്റ്റെയിൻ എന്ന സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ ഹിയോൺ ആണെങ്കിൽ അവന് ടീച്ചറിനെയാണ് ഇഷ്ടമെന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ അവൻ രാവിലെ ക്ലാസ് റൂമിൽ ഇരുന്ന് ഈ ഒരു കാര്യമാണ് ആലോചിക്കുന്നത്. അങ്ങനെ വീണ്ടും നമ്മളെ ആ സീൻ കാണിക്കുമ്പോൾ അവൻ ടീച്ചറിൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയുമ്പോഴത്തേക്കും എന്ത് മറുപടി പറയണമെന്ന് അറിയൂടാതെ ടീച്ചർ ഇരിക്കുന്നുണ്ട്. ആ സമയം ടീച്ചറിൻ്റെ ഒരു കോൾ വരുന്നത് കൊണ്ട് തന്നെ ടീച്ചർ ഞാൻ ഇത് അറ്റൻഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് മാറുന്നുണ്ട്. അതിനുശേഷം അവൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകണം, സോറി എന്ന് പറഞ്ഞിട്ട് ടീച്ചർ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ പ്രസൻറ്റിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേ ക്ലാസ്സിലേക്ക് ദോഹയൊക്കെ വരുന്നത്. ദോഹയാണെങ്കിൽ ഇവൻ ഒരുമാതിരി ഇരിക്കുന്ന കാണുമ്പോൾ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവനൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. ആ സമയം ടീച്ചർ ക്ലാസ്സിലേക്ക് വരാണ്, പഠിപ്പിച്ചു തുടങ്ങുന്നുണ്ട്. ആ സമയം കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു കാര്യം വെച്ചിട്ട് ഹിയോൺ ആണെങ്കിൽ ടീച്ചറിനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ദോഹ അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇൻ്റർവെൽ ആവുന്ന ടൈമിന് ടീച്ചറാണെങ്കിൽ ഹിയോണിനെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. കാരണം അവനാണ് ക്ലാസ് ലീഡർ. ആ സമയം ഹിയോണിനാണെങ്കിൽ ടീച്ചറിൻ്റെ ഇപ്പോൾ ഫേസ് ചെയ്യാൻ ഒരു മടിയുള്ളതുകൊണ്ട് തന്നെ ദോഹയുടെ അടുത്ത് ടീച്ചറിനെ ഒന്ന് പോയി മീറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ദോഹയാണെങ്കിൽ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടീച്ചറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ടീച്ചറാണെങ്കിൽ നീയാണോ വന്നത്, വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അത് പിന്നെ ജസ്റ്റ് ഈ നോട്ടെല്ലാം ഒന്ന് ക്ലാസ് റൂമിൽ കൊടുക്കണം, പിന്നെ ഹിയോണിന് എന്ത് പറ്റി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതവന് വയ്യാന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് ദോഹ പറയുന്നുണ്ട്. ടീച്ചർ അപ്പോൾ അവന് നന്നായിട്ട് നോക്കിക്കോണേ എന്നും പറയുന്നുണ്ട്. ആ സമയം തന്നെ ദോഹയ്ക്ക് ഇവരുടെ ഇടയിൽ എന്തോ ഉണ്ടായതുപോലെ തോന്നുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ടൈമിനും ഹിയോണാണെങ്കിൽ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്ന കാണുമ്പോഴത്തേക്കും എന്ത് പറ്റി, നമുക്ക് ഒരുമിച്ചല്ലേ പോകാൻ വേണ്ടത്, നമുക്ക് കൈ പിടിച്ച് പോകാമെന്നൊക്കെ ദോഹ പറയുന്നുണ്ട്. എന്നാൽ ഹിയോണാണെങ്കിൽ സ്കൂളിലല്ലേ ആരെങ്കിലും കാണുമെന്നൊക്കെ പറഞ്ഞ് നടന്നു പോകുന്നുണ്ട്. അങ്ങനെ സ്കൂളൊക്കെ കഴിഞ്ഞ് കുറച്ച് ദൂരം എത്തി കഴിയുമ്പോഴത്തേക്കും ദോഹയാണെങ്കിൽ എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതുപോലെ ഹിയോൺ ഒന്നുമില്ലയെന്ന് പറഞ്ഞിട്ട് ആ ഒരു വിഷയം വിട്ടുകളയാൻ നോക്കുമ്പോൾ ദോഹയാണെങ്കിൽ ടീച്ചർ കാരണം എന്തോ കാര്യം ഉണ്ടായല്ലേ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഹിയോണാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം ദോഹ അത് തന്നെയാണ് കാര്യം, എനിക്ക് നന്നായിട്ടറിയാം, ഇല്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് ടീച്ചർ ഇൻ്റർവെല്ലിന് വിളിച്ചപ്പോൾ നീ പോകാതെ എന്നെ പറഞ്ഞു വിട്ടത്, നിങ്ങളുടെ ഇടയിൽ എന്തോ സംഭവം ഉണ്ടായില്ലേ, ഞാനും നീയും ഡേറ്റിംഗ് അല്ലേ, ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് തുറന്ന് പറയുമെന്ന്, എന്നാൽ അങ്ങനെ പോലും പറയാനായിട്ട് നിനക്ക് എൻ്റെ അടുത്ത് പറ്റത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഹിയോണാണെങ്കിൽ എനിക്കെന്താ നിൻ്റെ അടുത്ത് സീക്രട്സ് ഒന്നും വെക്കാൻ പറ്റത്തില്ലേ, നിനക്കും സീക്രട്ടൊക്കെ ഉണ്ടല്ലോ, ജുൻസോനെ പറ്റിയിട്ട് ഞാൻ നിന്നോട് ചോദിച്ചപ്പോൾ നീ അവൻ ആരാണെന്നൊന്നും പറഞ്ഞു തന്നില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ദോഹ അവൻ്റെ കാര്യം എന്തിനാ ഇതിൻ്റെ ഇടയിൽ ഇപ്പം കൊണ്ടിരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് നടന്ന് അവരാണെങ്കിൽ ദോഹയുടെ വീട്ടിലെത്തുന്നുണ്ട്. വീട്ടിൽ കയറുന്നതിന് മുമ്പേ ആയിട്ട് ദോഹയും ഹിയോണും അവിടെയുള്ള ബെഞ്ചിലിരുന്നിട്ട് അവരങ്ങ് സംസാരിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ദോഹയാണെങ്കിൽ ജുൻസോനെ കുറിച്ച് താൻ മനഃപൂർവ്വം പറയാത്തതല്ല, തനിക്ക് ആ കാര്യങ്ങളൊന്നും ഓർക്കാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ഫസ്റ്റ് ദോഹ ഈ സ്കൂളിലേക്ക് ജോയിനായി വരുന്ന സമയത്ത് ജുൻസോയും അവനും ഒരു ക്ലാസ്സിലായിരുന്നു. ജുൻസോയുമായിട്ട് അങ്ങനെ പയ്യന്മാരാരും തന്നെ ക്ലോസ് ആവത്തില്ല, കാരണം അവൻ എപ്പോഴും ഇങ്ങനെ റാഗൊക്കെ ചെയ്ത് പ്രശ്നമൊക്കെ ഉണ്ടാക്കി നടക്കുന്ന ഒരു പയ്യനായിരുന്നു. എന്നാൽ ദോഹയുടെ അടുത്ത് നല്ല കെയറിങ് ആയിട്ടായിരുന്നു ജുൻസു പെരുമാറുന്നുണ്ടായിരുന്നത്. അങ്ങനെ അവർ പെട്ടെന്ന് ക്ലോസായി. പിന്നെ ജുൻസു പറഞ്ഞതനുസരിച്ച് ദോഹയും അവൻ്റെ ചെവിയിൽ കാതുകുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റൈലായിട്ട് ജുൻസു ചെയ്തതുപോലെ തന്നെ. അതിനുശേഷം അവർ രണ്ടിങ്ങനെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ദോഹ ജുൻസോയോട് ഓപ്പണായിട്ട് തുറന്നു പറയാണ് എനിക്ക് പയ്യന്മാരെയാണ് ഇഷ്ടമെന്ന്. ആ സമയം ജുൻസു ഓക്കെ അതിനെന്താണെന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും മറ്റുള്ളവർ അവനെ കളിയാക്കുന്ന പോലെ ജുൻസോ കളിയാക്കാത്തത് കൊണ്ട് തന്നെ ദോഹയാണെങ്കിൽ ഒന്നുമില്ല താങ്ക് യു സോ മച്ച് എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് ഒരു ദിവസം PT പീരീഡ് കഴിഞ്ഞിട്ട് ദോഹ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്താണ് ജുൻസോ അവൻ്റെ മറ്റ് 2 ഫ്രണ്ട്സുമായിട്ട് ദോഹേനെ പറ്റി സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നത്. അതിൽ ആ പയ്യന്മാർ നീയാണെങ്കിൽ എപ്പോഴും ദോഹയുടെ കൂടെയാണല്ലോ നടക്കുന്നത്, നീയും ഗേ ആണോ, അവൻ ഗേ ആണെന്നൊക്കെ പറഞ്ഞു കേട്ടു, നിനക്ക് അവൻ ഇഷ്ടമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജുൻസോ അങ്ങനെയൊന്നുമില്ല, അവൻ ക്യൂട്ടാണ്, പിന്നെ അവൻ നല്ല റിച്ചുമാണ്, അതുകൊണ്ട് എന്ത് വേണമെന്ന് പറഞ്ഞാലും അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ആ പയ്യന്മാർ അങ്ങനെയൊക്കെയാണല്ലേ, അത് ശരി, ഞാൻ വിചാരിച്ചു നിനക്ക് അവൻ ഇഷ്ടമാണെന്ന് എന്നൊക്കെ പറയുമ്പോൾ ജുൻസോ അങ്ങനെയൊന്നുമില്ല, പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഞാനവനെ എപ്പോൾ ടച്ച് ചെയ്താലും അവൻ്റെ റിയാക്ഷനൊക്കെ കാണണം, കണ്ടാൽ ചിരി വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടുണ്ടെങ്കിൽ ദോഹയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവനങ്ങനെ പെട്ടെന്ന് തന്നെ ക്ലാസ് റൂമിലേക്ക് കയറി പോവാണ്. ദോഹനെ കാണുമ്പോൾ യുവമാരെല്ലാവരും സൈലൻ്റ് ആവുന്നുണ്ട്. അങ്ങനെ ദോഹ അവൻ്റെ ബാഗ് എടുത്ത് പോകാൻ നിൽക്കുന്ന സമയത്ത് ഒന്നുകൂടെ ജിൻസോനൊന്ന് നോക്കിയിട്ട് ഞാൻ വിചാരിച്ചു നമ്മളുടെ ഒരു ഫ്രണ്ട്സാണെന്ന്, എന്നാൽ നീ എന്നെക്കുറിച്ച് ഇങ്ങനെയായിരിക്കും കരുതിയിരിക്കുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ദോഹ അവിടെ നടന്നു പോകുന്നുണ്ട്. ജിൻസയ്ക്കും ഒരുമാതിരി ആവുന്നുണ്ട്. അങ്ങനെ പ്രസൻറ്റിലേക്ക് വരുമ്പോൾ ദോഹയാണെങ്കിൽ ഹിയോണിൻ്റെ അടുത്ത് അതായിരുന്നു ഞാൻ അവസാനമായിട്ട് ജുൻസോയോട് പറഞ്ഞ കാര്യം, അതിനുശേഷം ഞാനും അവനും പരസ്പരം ഇഗ്നോർ ചെയ്യാൻ തുടങ്ങി, എന്നാൽ അവനിപ്പോൾ പെട്ടെന്ന് സംസാരിക്കാനായിട്ട് തിരിച്ചു വന്നു, എന്താ കാര്യമെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഹിയോണാണെങ്കിൽ അവൻ എന്തിനായിരിക്കും വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ദോഹ അവൻ എന്താണ് ആലോചിക്കുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഹിയോണപ്പോൾ എനിക്ക് അവൻ ഒട്ടും ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ദോഹ അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഹിയോണപ്പോൾ അത് പിന്നെ അവൻ നിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ മോശമായിട്ട് പെരുമാറിയതല്ലേ, അപ്പോൾ പിന്നെ ഞാനെന്തിനാ
മര്യാദയ്ക്കിരിക്കുന്നത്. എനിക്കും എന്നോട് നല്ല ദേഷ്യമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ദോഹയാണെങ്കിൽ ഓക്കെ ഓക്കെ ഞാൻ എൻ്റെ സീക്രട്ട് പറഞ്ഞില്ലേ, ഇനി നീ നിൻ്റെ സീക്രട്ട് പറയാനായിട്ട് പറയുന്നുണ്ട്. ഹിയോൺ അപ്പോൾ അതൊന്നുമില്ല, ലീസോരിക്ക് എൻ്റെ ചേട്ടനെ ഇഷ്ടമാണെന്നുള്ള കാര്യം നമുക്ക് രണ്ടുപേർക്കും അറിയാമെന്നുള്ളതാണ്. അവളാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ചേട്ടൻ അക്സെപ്റ്റ് ചെയ്യത്തില്ലെന്നും എനിക്കറിയായിരുന്നു. പക്ഷേ അത് ശരിക്കും സംഭവിച്ചപ്പോൾ എനിക്കാണെങ്കിൽ അവളെക്കുറിച്ച് ഓർത്ത് പാവം തോന്നി. പിന്നെ അത് തന്നെയായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. പിറ്റേ ദിവസം സ്റ്റഡി കഫേയിൽ പോകുന്ന സമയത്ത് ഞാനാണെങ്കിൽ സാറിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലുള്ള ഈ കാര്യങ്ങളൊക്കെ കാരണം എനിക്കാണെങ്കിൽ സാറിനെ മര്യാദയ്ക്കൊന്ന് ഫേസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലായിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അവനാണെങ്കിൽ ഈ സാറിനെ ഇഷ്ടമാണ് തുറന്നു പറഞ്ഞ കാര്യമൊന്നും ഇപ്പോൾ ദോഹയോട് കറക്റ്റായിട്ട് പറയുന്നില്ല. അപ്പോൾ ദോഹയാണെങ്കിൽ ഓ അത്രയേ ഉള്ളൂ, കുഴപ്പമില്ല, എനിക്കിതിനെ മനസ്സിലാക്കാൻ പറ്റും, എല്ലാം ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഹഗ് ചെയ്ത് അവർക്കിടയിലുള്ള ആ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞിട്ട് ബ്രേക്ക് ടൈമിൽ ദോഹയും ഹിയോണും കൂട്ടിയിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ടീച്ചർ അങ്ങോട്ടേക്ക് വന്നിട്ട് സെക്കൻഡ് പീരീഡ് സെൽഫ് സ്റ്റഡി അല്ലേ, കൗൺസിലിങ്ങും ഉണ്ട്. ആ സമയം കൗൺസിലിങ്ങിന് പോകാനുള്ള സ്റ്റുഡൻസിന് ഓരോരുത്തരെയായിട്ട് കറക്റ്റ് ഓർഡറിൽ ഒന്ന് പറഞ്ഞയക്കാനായിട്ട് ഹിയോണിനോട് പറയുന്നുണ്ട്. ആ സമയം ഹിയോണും ഓക്കെ എന്ന് പറയാണ്. അതിനുശേഷം ടീച്ചർ അങ്ങ് നടന്നു പോകുന്നുണ്ട്. ഹിയോണും ദോഹയും നടന്നു പോകുന്നുമുണ്ട്. അവരിങ്ങനെ കൈപിടിച്ച് പോകുന്നതെന്നാൽ ടീച്ചറാണെങ്കിൽ തിരിഞ്ഞ് നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ഹിയോണാണെങ്കിൽ ക്ലാസ് റൂമിലുള്ള വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്തിട്ട് പുറത്തേക്ക് കൊണ്ട് ഡസ്റ്റ്ബിന്നിൽ ഇടുന്നതാണ്. ആ സമയം അവനോട് സംസാരിക്കാനായിട്ട് അങ്ങോട്ട് ജുൻസോ വരുന്നുണ്ട്. ജുൻസോ അവനോട് സംസാരിക്കാൻ വരുന്ന കാണുമ്പോഴത്തേക്കും നമ്മളതിന് സംസാരിക്കാൻ മാത്രം അത്ര ക്ലോസ് ഒന്നും അല്ലല്ലോ എന്നൊക്കെ ഹിയോൺ പറയുന്നുണ്ട്. അപ്പോൾ ജുൻസോ ആണെങ്കിൽ സംസാരിക്കാതിരിക്കാനായിട്ട് നമ്മൾ ശത്രുക്കളും അല്ലല്ലോ എന്ന് ജുൻസോ തിരിച്ച് പറയാണ്. ആ സമയം ഹിയോൺ ആണെങ്കിൽ നിനക്ക് എന്താ വേണ്ടേ നിങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും ജുൻസോ ആണെങ്കിൽ വലുതായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു കാര്യം അറിയാനുണ്ട്, നിനക്ക് ദോഹേനെ ഇഷ്ടമാണെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഹിയോൺ ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. ജുൻസോ അപ്പോൾ ചോദിച്ചത് മാറിപ്പോയി, ഞാൻ ഉദ്ദേശിച്ചത് ദോഹയ്ക്ക് എന്തായാലും നിന്നെ ഇഷ്ടമായിരിക്കുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണോ, നിങ്ങളുടെ ഒരു ഡേറ്റിംഗ് ആണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഹിയോൺ ആണെങ്കിൽ നിനക്കെന്താന്ന് ചോദിക്കുമ്പോൾ അപ്പം നീയും ഗേ ആണോ, ദോഹേനെ കണ്ടാൽ ഗേ ആണെന്ന് തോന്നും, പക്ഷേ നിന്നെ കണ്ടാൽ അങ്ങനെ തോന്നത്തില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഹിയോൺ അപ്പോൾ അതിനിപ്പോൾ നിനക്കെന്ത് വേണം, നീ പോയി നിൻ്റെ കാര്യം നോക്കാനായിട്ട് പറയുന്നുണ്ട്. ജുൻസോ അപ്പോൾ ഞാൻ പോയി എൻ്റെ കാര്യം നോക്കിക്കോളാം, പക്ഷെ നിനക്ക് ഞാനൊരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം, ദോഹയാണെങ്കിൽ നീ എന്താവശ്യപ്പെട്ടാലും അതെല്ലാം നിനക്ക് വേണ്ടിയിട്ട് അവൻ ചെയ്തു തരുമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്ക് ഹിയോണിന് ദേഷ്യം വന്നിട്ട് അവരങ്ങോട്ടൊരു അടി തുടങ്ങുന്നുണ്ട്. ഈ ന്യൂസ് പെട്ടെന്ന് തന്നെ ദോഹയെ എല്ലാവരും അറിയുന്നുണ്ട്. അങ്ങനെ ആ ക്ലാസ്സിലുള്ള എല്ലാവരും തന്നെ ഈ ഫൈറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ടീച്ചറാണെങ്കിൽ ഇവരെ രണ്ടുപേരും ടീച്ചറിൻ്റെ റൂമിൽ കൊണ്ട് നിർത്തിയിട്ട് ഇവരത് രണ്ടുപേരും ദേഷ്യപ്പെട്ടിട്ട് എന്തിനാ ഇങ്ങനെ കാണിച്ചതെന്നൊക്കെ ചോദിക്കുന്നതാണ്. ആ സമയം ജെൻസ് ആണെങ്കിൽ ഞാനല്ല, ഇവനാണ് അടി തുടങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. ടീച്ചർ അപ്പോൾ രണ്ടുപേരെടുത്തും പോകുന്നതിന് മുമ്പായിട്ട് ഒരു സോറി പറഞ്ഞിട്ട് ഒരു ലെറ്റർ എഴുതി തന്നിട്ട് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഹിയോണാണെങ്കിൽ അവൻ എഴുതിയ ഒരു ലെറ്റർ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ടീച്ചർ അത് നോക്കിയിട്ട് നീ ഇങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ലായിരുന്നല്ലോ, പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ അടി ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ എനിക്ക് ആദ്യം തൊട്ടേ അവനെ ഇഷ്ടമല്ലായിരുന്നു എന്ന് ഹിയോൺ പറയുന്നുണ്ട്. ടീച്ചർ അപ്പോൾ ശരി ശരി നീ ഇവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ മുറിയിൽ മരുന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നീ ഈ മുറിവായിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ നിൻ്റെ പാരൻസിലെ ടെൻഷനാവാൻ പോകുന്നത്, പിന്നെ ഒരാളെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അടിക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്നൊരു ജ്യൂസൊക്കെ എടുത്ത് കൊടുത്തിട്ട് നീയാണെങ്കിൽ ഇങ്ങനെ മെച്യൂരിറ്റി ഇല്ലാതെ പെരുമാറരുത്, നീ സാധാരണ ഇങ്ങനെയുള്ളൊരു പയ്യനല്ലല്ലോ, പിന്നെ അന്നത്തെ ദിവസം നീ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ, അന്ന് ഞാൻ നിൻ്റെ അടുത്തൊരു ഗുഡ് ബൈ പോലും പറയാതെ ഒരു മറുപടി പോലും പറയാതെ പെട്ടെന്ന് പോയി കളഞ്ഞു, അതിന് സോറി. എനിക്കാണെങ്കിൽ എന്താ മറുപടി പറയേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. നിന്നെക്കുറിച്ച് എനിക്കറിയാവുന്നിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നീ അങ്ങനെ തമാശയ്ക്ക് പറയത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് നീ സീരിയസ് ആയിട്ട് പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ടൈമിന് എന്ത് മറുപടി പറയണമെന്ന് എനിക്ക് ഒട്ടും തന്നെ അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ കുറേ ഇരുന്ന് ആലോചിച്ചു, എനിക്കാണെങ്കിൽ നിൻ്റെ ഫീലിങ്സ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ എന്ന് കരുതിയിട്ട് എനിക്ക് നിൻ്റെ അടുത്തുള്ള ഇഷ്ടമൊന്നും കുറഞ്ഞിട്ടില്ല. നീ എപ്പോഴും എൻ്റെ ഒരു ഫേവറേറ്റ് സ്റ്റുഡൻറ്റ് തന്നെ ആയിരിക്കും, നീ എപ്പോഴും ഒരു ബെസ്റ്റ് സ്റ്റുഡൻറ്റ് തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം എന്തോ ഹിയോണും അത് കേൾക്കുമ്പോൾ സങ്കടം വരുന്നില്ല, അവനും അങ്ങ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ ഒരു ഹാൻഡ് ഷേക്ക് ചെയ്തിട്ട് ആ ഒരു പ്രോബ്ലം അവിടെ സോൾവ് ആകുന്നുണ്ട്. അപ്പോഴത്തേക്കും ഹിയോണ് ദോഹേനെ കാണണമെന്ന് തോന്നുകയാണ്. അവൻ തിരിച്ച് ക്ലാസ്സിലേക്ക് വരുമ്പോൾ സ്കൂൾ ടൈം കഴിയുന്നതുകൊണ്ട് തന്നെ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ദോഹ അവനെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ വന്നിട്ട് ദോഹയുടെ അടുത്ത് സംസാരിക്കുന്നതും ദോഹയാണെങ്കിൽ നീ എന്തിനാ അവനോട്ട് അടി ഉണ്ടാക്കാൻ പോയി എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം അത് പിന്നെ അവൻ നിന്നെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയോണ്ടാണ് ഞാൻ അവനെ അടിച്ചതെന്നൊക്കെ പറയുമ്പോൾ ദോഹയാണെങ്കിൽ ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത്, കണ്ടില്ലേ നിൻ്റെ മുഖമൊക്കെ മുറിഞ്ഞിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഹിയോണാണെങ്കിൽ നീ ടെൻഷനായോ എന്ന് ചോദിക്കുന്നുണ്ട്. ദോഹ അപ്പോൾ ഞാൻ ടെൻഷനായി എന്ന് പറയുന്നുണ്ട്. ഹിയോൺ ആ സമയം സോറി എന്ന് പറഞ്ഞിട്ട് ദോഹേനെ ഹഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ എൻഡ് ആകുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ബൈ.